ലീക്കായ ഓഡിയോ ക്ലിപ്പുകളൊന്നും എന്റേതല്ല, AI ആണെന്നാണ് അജ്മൽ അമീർ പറയുന്നത്. അപ്പൊ പുതിയ വീഡിയോയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അജ്മൽ അമീർ. നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു AI വോയിസ് ഇമിറ്റേറ്റിങ്ങിനും ബ്രില്യൻ എഡിറ്റിങ്ങിനും ഒന്നും എന്നെയോ എൻ്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല. ഇതിലും വലിയ 2 ഇൻഡസ്ട്രികളിൽ പോയിട്ട് പ്രൂവ് ചെയ്ത് സർവശക്തിൻ്റെ മാത്രം അനുഗ്രഹം കൊണ്ട് സർവൈവ് ചെയ്തു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. കൃത്യമായിട്ടൊരു മാനേജറില്ല, ഒരു ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടും സർവശക്തന്റെ അനുഗ്രഹം കൊണ്ട് അതൊക്കെ പ്രൂവ് ചെയ്ത് നിഷ്പ്രയാസം അതിൽ നിന്നും എല്ലാം രക്ഷപ്പെട്ട ഒരാളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ ലീക്കായിരിക്കുന്ന കാര്യങ്ങളെല്ലാം AI ആണ്, അജ്മൽ അമീർ അല്ല എന്നാണ് ആള് വാദിക്കുന്നത്. അപ്പൊ വേറൊരു വീഡിയോയും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കിയിട്ട് പറയാം AI ആണോ അല്ലയോ എന്ന്. ഞാനിത് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഈ പറയുന്ന ആളുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. നോർമലി ഉള്ള മെസ്സേജസും കാര്യങ്ങളായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വാനിഷ് മോഡ് എന്ന് പറയുന്ന ഒരു സാധനം ഓണായപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കൈ തട്ടിയിട്ടാണ് വാനിഷ് മോഡ് ഓൺ ആയതെന്നുള്ളത്. അപ്പോൾ ഞാനത് നമ്മളൊന്നും കൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാനിഷ് മോഡ് ഓഫ് ആവും. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് വാനിഷ് മോഡ് ഓഫ് ചെയ്തതെന്ന് ചോദിച്ചു. പിന്നെയും ആൾ വാനിഷ് മോഡ് എന്തോ ഓൺ ചെയ്തതാണ്. പിന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല. ഇങ്ങോട്ടേക്കും ഒരു രീതിയിലുള്ള മെസ്സേജസോ കാര്യങ്ങളോ വന്നിട്ടുമില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അപ്പം ഹെലനോസ് പാട്ട എല്ലാവർക്കും അറിയാമല്ലോ. ഹെലനോസ് പാട്ട ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന അജ്മൽ ഹെലനോസ് പാട്ടയ്ക്ക് മെസ്സേജ് അയച്ചെന്നും മെസ്സേജ് അയച്ച സമയത്ത് വാനിഷ് മോഡ് ഓൺ ആയെന്നും, അപ്പൊ ഹെലനോസ് പാട്ട അത് ഓഫ് ആക്കി. അപ്പം അജ്മൽ ചോദിച്ചു എന്തുകൊണ്ടാണ് വാനിഷ് മോഡ് ഓഫ് ആക്കിയതെന്ന് ചോദിച്ചു. പിന്നീട് ചാറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഹെലനോസ് പാട്ട പറയുന്നത്. അപ്പൊ നേരത്തെ ഈ ഒരു ഓഡിയോ ലീക്കായ സമയത്ത് അജ്മൽ മാത്രമല്ല പെൺകുട്ടിയും രണ്ടുപേരും ഒരേപോലെ തെറ്റുകാരാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇപ്പോഴും ഞാൻ പറയുന്നില്ല അജ്മൽ മാത്രമാണ് കുറ്റക്കാരൻ എന്ന് പറയുന്നില്ല. രണ്ടുപേരും ഒരേപോലെ കുറ്റക്കാരാണ്, രണ്ടുപേരും തെറ്റ് ചെയ്തവരാണ്. അജ്മലും മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയും അതിനൊപ്പം തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മെസ്സേജും കാര്യങ്ങളും ഇഷ്ടമാവുന്ന രീതിയിലാണ് അവരുടെ സംസാരം ഉണ്ടായിരുന്നത്. അപ്പൊ അജ്മലിന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഈ പെൺകുട്ടിയുടെ ഭാഗത്തും തെറ്റുണ്ട്. രണ്ടുപേരും ഒരേപോലെ കുറ്റക്കാരാണ്. അപ്പൊ ഇവിടെ ഈ ന്യായീകരിക്കാൻ വന്ന അജ്മല് എല്ലാം ഏഴ് മണ്ടക്കിൽ വെച്ചിട്ട് അങ്ങ് പുണ്യാളനൊന്നും ആവരുത് അജ്മലെ. ഈ AI വന്നതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന കുറ്റങ്ങളെല്ലാം ഏഴ് മണ്ടയ്ക്ക് വെക്കാണ്. അപ്പൊ ഈ മലയാളികൾ എല്ലാം അങ്ങ് പൊട്ടന്മാരാണെന്ന് അജ്മൽ വിചാരിക്കരുത്. കാരണം അജ്മലിനെതിരെ ഒരുപാട് പേര് വീഡിയോ ചെയ്തപ്പോഴും കുറേ പേര് സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത്. കുറേ പേര് മാത്രമല്ല, വീഡിയോ ചെയ്തത് മാത്രമല്ല, കമന്റ്സ് വന്നതിനകത്തും ഒരുപാട് പേര് അജ്മലിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം അജ്മൽ ചെയ്തത് ശരിയാണെന്ന് ആരും പറയുന്നില്ല, രണ്ടുപേരും ഒരേപോലെ കുറ്റക്കാരാണെന്നാണ് പറയുന്നത്. രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ട്. റൂം എടുക്കാമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വേണ്ടെന്ന് ആ പെൺകുട്ടി പറയുന്നില്ല, അല്ലെങ്കിൽ ഈ രീതിയിൽ എന്നോട് മോശമായിട്ട് സംസാരിക്കരുതെന്ന് ആ പെൺകുട്ടി പറയുന്നില്ല. ആ പെൺകുട്ടി കുളിച്ച കാര്യവും അതുപോലെ റോസ് വാട്ടറിൽ 2 മണിക്കൂർ മുങ്ങി നിന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ ഒരു സംസാരവും ആ ഒരു കാര്യങ്ങളും എല്ലാം ആ പെൺകുട്ടിക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അജ്മൽ മാത്രം കുറ്റക്കാരനാവുന്നില്ല. പിന്നെ ഇനി അത് AI ആണെന്ന് അജ്മലിന് ഉറപ്പുണ്ടെങ്കിൽ ആദ്യം അത് പ്രൂവ് ചെയ്യാൻ വേണ്ടത്, അതിനുശേഷം വേണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്തായാലും ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുകയാണ്. കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ, ഏതെങ്കിലുമൊക്കെ ഒരു മേഖലയിൽ പ്രഗത്ഭരായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ചാറ്റുകൾ പുറത്തു വരിക, ലീക്കാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ആരൊക്കെ പെടും, ഇനി ആരുടെയൊക്കെ ചാറ്റുകളും ആരുടെയൊക്കെ വോയിസുകളും ആരുടെയൊക്കെ വീഡിയോകളും ലീക്കാകും. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു.